നീങ്ങ വന്നേ. എടാ വാ പറയട്ടെ. എന്താണ് ഇത്? എനിക്കറിയില്ലടാ. റിയ റിയ അവളെങ്ങനാടാ? ഒന്നും ചോദിക്കാനില്ല എന്നോട്? ഇറ്റ്സ് ഓക്കെ. ചേച്ചിക്ക് നാണവാ. ചേച്ചി ഇങ്ങനെ ആരോടും മിണ്ടില്ല. എനിക്കും തോന്നി. ആരാ? അനിയത്തിയ? ഞാൻ അറിയാം. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയ. എത്രയല്ല പഠിക്കുന്നേ? 10th. അപ്പൊ കൊറേ പഠിക്കാനുണ്ടാവും അല്ലേ? ഉണ്ട്. ചേച്ചിയോ മിണ്ടുന്നില്ല. താൻ വന്നത് നന്നായി. ഇല്ലെങ്കി ബോറടിച്ചേനല്ലേ. അല്ല, എന്റെ ചേച്ചി ഇഷ്ടായോ? എനിക്കിഷ്ടായി. ചേച്ചിക്ക് ഇഷ്ടായെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് അളിയൻ ഇഷ്ടായി. അത് മതി. എന്താ പേര്? ജസ്റ്റിൻ. അപ്പൊ ചേച്ചിക്ക് ഇനി ഇച്ചായൻ, എനിക്ക് ജസ്റ്റ് ഇച്ചായൻ. ഹലോ, ആരാ? ഐ ആം മെൽവിൻ. യുവർ സീറ്റ് നെയിം പ്ലീസ്. റിയ. ചെക്കന്റെ ആളോ പെണ്ണിന്റെ ആളോ? ചെക്കന്റെ. ചെക്കന്റെ ആരായിട്ട് വരും? ബെസ്റ്റ് ഫ്രണ്ടാ. താൻ ചെക്കന്റെ ആളോ പെണ്ണിന്റെ ആളോ? ഞാനാ നെക്സ്റ്റ് ടെസ്റ്റ് നമ്പർ. ഓ, അനിയത്തിയാണല്ലേ? യാ. ഒരു ചായയൊക്കെ ഉണ്ട്. ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, ഇപ്പൊ ഒരു തേപ്പ് കിട്ടിയോളൂ. ഇനി ഒരംഗത്തിന് ബാലിയില്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 23. അത്രേ ഉള്ളൂ? പോരെ? അതല്ല, ഞങ്ങളുടെ മാമനൊക്കെ 32 വയസ്സിലാ കിട്ടിയേ. മിക്കവാറും എന്റെ അത്രയൊക്കെ പോവും. ഏയ്. എന്റെ അളിയന് ഒടുക്കത്തെ ഗ്ലാമർ ആണല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതാ. നമ്മളെന്ത് പാപം ചെയ്തടി. ആദ്യം മൂത്തവൾ ആരുടെ കൂടെയോ പോയി. ഇപ്പൊ ആകെ കൂടെ ഉണ്ടായിരുന്നതിന് നമ്മളെയും കർത്താവ് പരീക്ഷിക്കുക. എന്റെ കുഞ്ഞിനോട് ഈ ദ്രോഹം ചെയ്തവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല. ജസ്റ്റിനെയും കുഞ്ഞിനെ ഒന്ന് കണ്ടാ മാത്രം മതി പറഞ്ഞു പോയവളാ. പിന്നെ വീട്ടിലോട്ട് വന്നതുമില്ല, നമ്മളെ കാണലുമില്ല. ഇപ്പൊ അതാണ്ടേ. ആർക്കേലും കയറി കാണണോ? വേണം സിസ്റ്ററെ, ഞാൻ അവളുടെ മമ്മിയാ. 2 മിനിറ്റ് കേട്ടോ, സ്ട്രെയിൻ ചെയ്യിക്കണ്ട. നിങ്ങൾ വരുന്നില്ലേ? എനിക്ക് എന്റെ കൊച്ചിനെ ഇങ്ങനെ കാണാനൊക്കത്തില്ലടി. മോളെ, എനിക്കൊന്നുമില്ല മമ്മി. ഇല്ല, ഇതൊക്കെ വേഗം മാറും. ഇവിടെ ജസ്റ്റിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവാന്റെ കൂടെ ആരാ? അറിയത്തില്ല. ചോദിച്ചു നോക്ക്. അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? സാരല്ല, ഒന്ന് ചോദിക്കേ. ഞാൻ ചോദിക്കാം. മോള് സമാധാനായിട്ടിരിക്കെ. വാർഡിലോട്ട് മാറ്റിയ മമ്മി ഉണ്ടാവും കൂടെ. കൊച്ചു മിണ്ടിയോ? ഇവാൻ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു. എന്റെ വീട്ടിലാ, വൈഫിന്റെ അടുത്താക്കി. വേറെ എന്നാ പറഞ്ഞേ? അവൾ അത് മാത്രമേ പറഞ്ഞുള്ളൂ. മമ്മി പപ്പ എവിടെ പോയതാ? ദൂരെ. ഇവാൻ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ. അതിന് എന്റെ ബർത്ത്ഡേ അല്ലല്ലോ. ബർത്ത്ഡേക്ക് മാത്രാണോ ഗിഫ്റ്റ് കൊടുക്ക? ആ, പപ്പ ഇരിക്കും. ഞാൻ പപ്പയ്ക്ക് ബർത്ത്ഡേക്കാണല്ലോ ഗിഫ്റ്റ് കൊടുക്ക. ആണോ? അയ്യോ. എന്താ? അയ്യോ ആന്റി. മെല്ലെ വാവ എണീക്കും. എന്താ കാര്യം?
ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ മറന്നുപോയി. അത് സാരല്ല. ഉണ്ട്, പപ്പയ്ക്ക് സങ്കടായി കാണും. ഛേ, ഞാൻ എന്താ ഓർക്കാഞ്ഞേ, അയ്യോ. സാരല്ല, പോട്ടെ. കുട്ടികളായ മറന്നു പോവില്ലേ? ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാ. ഛേ, ആന്റിയുടെ ഫോൺ ഒന്ന് തരുമോ? പപ്പ, സോറി പപ്പ, ഞാൻ മറന്നുപോയി. എന്ത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. പപ്പയ്ക്ക് സങ്കടായോ? സോറി പപ്പ. സാരല്ല. മമ്മീനെ കണ്ടോ പപ്പ? കൂടെ ഉണ്ടോ? പപ്പ, മോൻ ഉറങ്ങിക്കോ, പപ്പ നാളെ വന്ന് കൂട്ടാം. ശ്ശേ. ജസ്റ്റിച്ചാ, നിങ്ങളുടെ ഹണിമൂൺ എവിടെ വെച്ചാ? നീ പറ. ഞാനോ? ചേച്ചിയോട് ചോദിക്കേ. നിന്റെ ചേച്ചി മൗനവ്രതത്തിലാണോ തോന്നുന്നു? അവക്ക് പ്രാന്ത. ഞാനെങ്ങാനായിരിക്കണം. മിനിമം ഒരു സ്വിറ്റ്സർലൻഡെങ്കിലും പോയനെ. പേടിക്കണ്ട, ഇപ്പൊ വല്ല ഊട്ടിയും പോക്കോ. പക്ഷെ എന്നെ കൂടെ കൊണ്ടുപോവോ? പപ്പ ടൂറൊന്നും വിടത്തില്ല. അതാ, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവില്ല, സത്യം. ഞാൻ ഈ ബില്ലടച്ചിട്ട് വരാം. ഉം. ഞാൻ അടച്ചോളാം. വേണ്ട, എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ചായ, ഞാൻ അതിന് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നേഹയുടെ കാര്യമായിരുന്നെങ്കിൽ അവരോട് അടച്ചോളാൻ പറയുമായിരുന്നു. ഞാൻ അടച്ചിട്ട് വരാം. നീ വാർഡിന്റെ അങ്ങോട്ട് നിന്നോ, ഇപ്പൊ മാറ്റും. അച്ചായ ഇവിടെ. ഇതെന്താ ഇവിടെ? ഞാൻ വാർഡിലൊക്കെ പോയി നോക്കി. ജസ്റ്റിന് എടുത്തതാ. ഇതാ നല്ലത് പറഞ്ഞു. അയ്യോ, ഒറ്റയ്ക്കൊരു റൂമിന് നല്ല പൈസയല്ലേ? ഞാൻ വേണ്ട പറഞ്ഞതാ, അവൻ സമ്മതിച്ചില്ല. അവൾക്ക് എങ്ങനെയുണ്ട്? മയക്കത്തില. ഉറങ്ങിക്കോട്ടെ. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാടാ? പോവാം. ഇവിടെ നിന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വല്ലത് നിന്റെ വായിന്ന് വീണ കഴിഞ്ഞു. അതുകൊണ്ട് നീ വാ, പോവാം. നാളെ വന്ന് നോക്കാം. മോളിറങ്ങിയോ? ഇല്ല, ഉണർന്ന് കിടക്ക. ഇവാനോ? അവൻ ഉറങ്ങിപ്പോയി. കഴിച്ചോ? കുറച്ച്. വിശക്കുന്നില്ല അത്രേ. അത് സാരല്ല. നേഹയ്ക്ക് എങ്ങനെയുണ്ട്? നീ രാത്രി ഇനി പോവണ്ട. പോണം, അവന് നാളെ ക്ലാസ് ഉള്ളതല്ലേ. അവൾ എവിടെയെന്ന് ചോദിച്ചാ നീ എന്ത് പറയാനാ പോകുന്നേ? എനിക്കറിയില്ലടാ. അവൾക്ക് ബോധം വന്നോ? മമ്മി എവിടെ പപ്പ? പപ്പ മമ്മീനെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? മമ്മി വീട്ടിൽ പോയി. എന്തിന്? മമ്മിയുടെ പപ്പേനെയും മമ്മീനെയും കാണാൻ. ഇനി എന്ന് വരും? മമ്മിയുടെ പപ്പയ്ക്ക് സുഖല്ല, അത് മാറിയിട്ട് വരും. എപ്പോ മാറും? അതെങ്ങനെ പറയാൻ പറ്റും? മാറുമ്പോ വരും. ഉറപ്പായിട്ടും മമ്മി തിരിച്ചു വരുമോ? പറ പപ്പ. ഇവാന് വേണ്ടി മമ്മി തിരിച്ചു വരും. കഞ്ഞി കുടിച്ചിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ. ഇവാൻ സ്കൂളിലാക്കി. ആ, അവൻ റിയെ ചോദിക്കുന്നുണ്ടാവല്ലേ? ആ, റിയ ഒരിക്കൽ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഇവാൻ അവളെന്ന് വെച്ച ജീവനാണെന്ന്. മോന് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഇവാനോട് മിണ്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അത് സാരല്ല, ആർക്കായാലും ഉണ്ടാവുമല്ലോ. എന്നാലും നിങ്ങളൊന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പൊ എത്ര ദിവസമായി? ആദ്യമൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. ഇപ്പൊ എത്ര ക്ലാസ്സാ പോയ അവളുടെ. ഇനിയിപ്പോ ഒരു മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുമല്ലേ.
ആ എല്ലാം വിധി. മേലിലുള്ള ആള് നിശ്ചയിച്ച പോലല്ലേ കാര്യങ്ങൾ നടക്കൂ. ഞാൻ എന്നാ പോട്ടെ, ഓഫീസിൽ പോണം. ആ മോനെ, വൈകിട്ട് ഇവാനെ ഒന്ന് കൊണ്ടുവരാവോ? അത് അവനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ആ അതും ശരിയാ, കൊച്ചിന് സങ്കടാവും. അവനവന്റെ ആന്റി അത്രയ്ക്ക് ഇഷ്ടായിരിക്കും അല്ലേ. എന്നാ മോൻ പൊക്കോ, ഞാൻ അവൾ എണീക്കുമ്പോ പറഞ്ഞേക്കാം. ഉം. അത് ശരി, നീ വളർന്നിരിപ്പുണ്ടായിരുന്നോ? ജസ്റ്റിന് ഇപ്പൊ പോയേ ഉള്ളൂ. ഞാൻ ആ സിസ്റ്ററെ വിളിച്ചിട്ട് വരാം, ഇഞ്ചക്ഷൻ ഉണ്ടെന്നാ പറഞ്ഞേ. ഉം. എടാ, നീ ഓക്കെ അല്ലേ? വാട്ട് ഡു യു തിങ്ക്? എന്നാലും അത് റിയ ആണെന്ന് നമുക്ക് രണ്ടാക്കും തോന്നിയില്ലല്ലോ. കണ്ട ടിൻസ് ആണെന്നേ പറയൂ. അവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്. എന്നാലും അവൾക്ക് പറയായിരുന്നില്ലേ? അവള് പറഞ്ഞേനെ. പക്ഷെ ഞാനന്ന് നേഹയാണെന്ന് കരുതി അവളെ ഒന്നും പറയാൻ സമ്മതിച്ചതുമില്ല. ഇവർ അവളെ കണ്ട് നേഹയാണെന്ന് കരുതുകയും ചെയ്തു. എന്നാൽ അവൾക്ക് പിന്നീട് പറയായിരുന്നില്ലേ? ഞാനാണെങ്കി അവളെ അടിക്കുകയും ചെയ്തു. ശ്ശേ. മമ്മി വരാറായോ പപ്പ? ഇല്ല. നമുക്ക് മമ്മീനെ കാണാൻ പോയാലോ? വേണ്ട, മമ്മി വേഗം വരും. എനിക്ക് മമ്മീനെ മിസ് ചെയ്യുന്നു പപ്പ. I really miss her. ഇവാൻ ഞാൻ മെൽവിനെ വീട്ടിലാക്കിയിട്ടാ വന്നേ. ആ പോയി കണ്ടോ? ഉറങ്ങുവോ? എവിടെ പോവാ? ഞാൻ ഒരു ചായ കുടിക്കേ. ഉം. എന്താടി? ഒന്നുമില്ല. ഈ ക്യാനിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെടച്ചെണീക്കാതെ പെണ്ണേ, അത് ബ്ലീഡിംഗ് ആവും. ഡിസ്ചാർജ് ആയി. 1 മാസം റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിരിക്കുന്നെ. മരുന്നുണ്ട്.
നിன்றாലേ. നമുക്കെന്നാ ഇറങ്ങാം. ശരി മോനെ. வருஷங்கள் ஒவ்வொன்றும் நிமிஷங்களாகும் நீ எந்தன் பக்கம் நின்றாலே. மெய்யாக நீ என்னை விரும்பாத போதும் பொய் ஒன்று சொல் கண்ணே, என் ஜீவன் வாழும் நிஜமுந்தன் காதல் என்றார். என்னை காணவில்லையே நேற்றோடு, எங்கும் தேடி பார்க்கிறேன் காற்றோடு, உயிரோடி போனதோ உன்னோடு அன்பே. நான் நிழலில்லாதவன் தெரியாதா, என் நிழலும் நீ என புரியாதா, உடல் நிழலை சேரவே முடியாதா அன்பே அன்பே. അപ്പാപ്പന്റെ അസുഖമൊക്കെ മാറിയോ? ഇല്ല, ഇത്രയും നോക്കിയാ മതി. മമ്മീനോട് വരാൻ പറ. ഇവാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പപ്പ ഒരു ഹോം നേഴ്സിനെ വെച്ചു കൊടുക്ക അപ്പാപ്പന്. എന്നിട്ട് മമ്മീനെ കൊണ്ടുപോവാ. ഇവാൻ, നീ പോയി ഹോംവർക്ക് ചെയ്യ്. ഇല്ല, എന്റെ മമ്മി വരാണ്ട് ഞാൻ സ്കൂളിൽ പോണില്ല. ഇവാൻ വെറുതെ വാശി പിടിക്കല്ലേ. എനിക്ക് മമ്മീനെ വേണം വേണം വേണം. ഇവാൻ, മമ്മി ഇപ്പൊ വരില്ല, നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് ഈ ഫുഡും വേണ്ട. സ്കൂളിൽ പോണില്ല. ഇവാൻ, ഇവാൻ വാതിൽ തുറക്ക്. ഇല്ല, മമ്മീനെ കൊണ്ടുപോവാ. എന്നാലും ഞാൻ വാതിൽ തുറക്കൂ. ഇവാൻ വാശി കാണിക്കല്ലേ, ഡോറ് തുറക്ക്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് മമ്മീനെ കാണണം. വൈകിട്ട് വീട്ടിൽ വരുമ്പോ മമ്മി അവിടെ വേണം. ഇല്ലെങ്കിൽ മമ്മി വരുന്നവരെ ഞാൻ പപ്പേനോട് മിണ്ടത്തില്ല. എന്നിട്ട് നീ അവളെ തിരിച്ചു വിളിക്കാൻ പോവാണോ? ഞാൻ വേറെ എന്താടാ ചെയ്യാ? ഭ്രാന്താണോ നിനക്ക്? ഇവാന്റെ വാശിയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോ മാറും. അതുകൊണ്ട് നീ അവളെ തിരിച്ചു വിളിച്ച സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അവൻ ഇത് കുറച്ചു ദിവസം കഴിയുമ്പോ മറന്നോളൂ. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മമ്മീനെ വേണമെന്ന്. മമ്മിക്ക് വരാൻ പറ്റില്ല ഇവാൻ. പപ്പ കള്ളം പറയാ. പപ്പ മമ്മീനെ പറഞ്ഞു വിട്ടതാ. എനിക്കറിയാം. പപ്പ ഇനി എന്നോട് മിണ്ടണ്ടപ്പോ. വാ കഴിക്കാം. എനിക്ക് വേണ്ട. മോനെ, നീ ഇങ്ങനെ വാശി പിടിച്ച് പട്ടിണി കിടക്കല്ലേ. എനിക്ക് മമ്മീനെ വേണം. അത് നിന്റെ മമ്മി അല്ല. ഇരിക്കു മോനെ. ആ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. ഉം. ഇവാൻ സ്കൂളിലാണോ? എന്നെ ചോദിക്കാറുണ്ടോ? അവന് സുഖാണോ? നോട്ട് റിയലി. നിന്നെ കാണണം പറഞ്ഞു ഭയങ്കര വാശിയാ. എന്നോട് മിണ്ടാറുമില്ല, ഭക്ഷണം കഴിക്കാറുമില്ല. നീ അല്ല അവന്റെ മമ്മീന്ന് ഞാൻ എങ്ങനെ അവന് പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കെന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഞാൻ വരാം. ഞാനും അത് പറയാൻ തന്നെയാ വന്നേ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇപ്പോ ഉള്ള പ്രശ്നങ്ങളുടെ ആഴം കൂട്ടണമെന്നോ? അവനും എനിക്കും കുറച്ച് സമയം താ. ഞാൻ തന്നെ അവനൊരിക്കലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഇതാ മോനെ ചായ. ഇവാന് സുഖാണോ? അപ്പച്ചൻ കടയിലാ, വൈകിട്ടേ വരും. ആ, മമ്മി, ഞാൻ ജസ്റ്റിച്ചന്റെ കൂടെ പോവാ. എങ്ങോട്ട്? അങ്ങോട്ട്. ഇവാൻ എന്നെ കാണാതെ ഭയങ്കര വാശിയില്ല. പക്ഷെ നിനക്കൊരു മാസം റെസ്റ്റ് പറഞ്ഞിരിക്കല്ലേ? ഞാൻ അവിടെ വീട്ടുപണിക്ക് പോവല്ല മമ്മി. ഇവാന് ഞാൻ കൺമുമ്പിൽ ഉണ്ടായാൽ മാത്രം മതി.
അല്ല എന്നാലും മമ്മി അല്ല, റേയെ ഓർത്ത് വിഷമിക്കണ്ട. ഇവൻ വാശി പിടിച്ച് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അതുകൊണ്ടാ. ഇവളവിടെ ഉണ്ടായാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിപ്പോ അപ്പച്ചനോട് പറയണ്ട എങ്ങനാ? പപ്പയോട് ഞാൻ പറഞ്ഞോളാം. മമ്മി എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യും. ശരി. ഇവാൻ, ഇത് കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്യ്. എനിക്കൊന്നും വേണ്ട പറഞ്ഞില്ലേ? ഞാനുണ്ടാക്കിയതാ മാഷേ. മമ്മി മമ്മിയോട് ഞാൻ തെറ്റി. എന്നൊന്നും വിളിച്ചു പോലില്ലല്ലോ. സോറി മമ്മിക്ക് വയ്യായിരുന്നു. മമ്മിക്കോ? അപ്പാപ്പനല്ലേ വയ്യാത്തെ? നീ ഇത് കഴിക്ക്, തണുത്തു പോവും. ഓക്കേ. ഞാൻ നാടോടെ കിടക്കണ്ടേ? മമ്മിയുടെ കൂടെ അല്ലേ? നീ പോയി ഹോംവർക്ക് ചെയ്യ്. ഓക്കേ. അവന്റെ കൂടെ കളിക്കാനൊന്നും പോകണ്ട. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് എന്റെ അടുത്ത് കിടത്തിക്കോളാം. അത് കുഴപ്പമില്ല. ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ട് വരാം. ജസ്റ്റിച്ച, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് എന്നെ രാത്രി ഉപദ്രവിക്കുന്നത് ജസ്റ്റിച്ചൻ തന്നെയാ. ജസ്റ്റിച്ചൻ മുമ്പ് കണ്ടോണ്ടിരുന്ന സൈക്കാട്രിസ്റ്റിനെ ഒന്ന് പോയി കാണോ? ഡോക്ടർ എല്ലാം പറയും. ഈ അവസ്ഥയിൽ എനിക്ക് ഇവാൻ, മമ്മിക്ക് ചെറിയ പനി, അതുകൊണ്ട് ശല്യം ചെയ്യണ്ട. ഉറങ്ങിക്കോ. ആ പപ്പാ. ഇന്ന് പപ്പയാണോ കുക്കിംഗ്? ഹാ. മമ്മിക്ക് എന്താ വയ്യേ? അപ്പാപ്പന്റേന്ന് കിട്ടിയതാണോ? ഹോസ്പിറ്റലിൽ പോയോ? പോയി. ഞാനെന്നാ ലീവ് എടുത്ത് മമ്മീനെ നോക്കട്ടെ. നിന്നെ ഞങ്ങളല്ലേടാ നോക്കുന്ന കുട്ടി തേവാങ്കെ. പാരന്റ്സ് ആയ പിള്ളേരെ നോക്കാതെ പിന്നെ? ഞാൻ സ്കൂളിൽ പോയാ മമ്മീനെ ആര് നോക്കും? ഞാൻ നോക്കും. അതിന് പപ്പയ്ക്ക് മമ്മീനെ ഇഷ്ടമല്ലല്ലോ. മമ്മീനെ ഞാൻ എന്ത് വിശ്വസിച്ച് പപ്പയുടെ കൂടെ നിർത്തും? നിന്റെ മമ്മീനെ ഇഷ്ടല്ലാന്നല്ലേ ഉള്ളൂ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്താ ചിരിക്കുന്നേ? യൂണിഫോം ഇട്ടിട്ടോ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. അപ്പൊ മമ്മിക്കോ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. പപ്പയ്ക്ക് എന്താ പറ്റിയേ? നീ പോയി യൂണിഫോം ഇട്. നിമിഷങ്ങൾ ഒവ്വൊன்றுം வருஷங்களாகும் நீ என்னை நீங்கிச் சென்றாலே வருஷங்கள் ஒவ்வொன்றும் நிமிஷங்களாகும் நீ எந்தன் பக்கம் நின்றாலே மெய்யாக நீ என்னை விரும்பாத போதும் பொய் ஒன்று சொல் கண்ணே என் ஜீவன் வாழும் நிஜம் உந்தன் காதல் என்றார் என்னை காணவில்லையே நேற்றோடு எங்கும் தேடி பார்க்கிறேன் காற்றோடு உயிரோடி போனதோ உன்னோடு அன்பே